ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു മാങ്ങക്കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് വലിയുള്ളി അരിഞ്ഞതിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് നടുക കീറിയിട്ട് അതും ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിക്ക് വേണ്ട മസാലകൾ ചേർക്കാം കേട്ടോ. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി കേട്ടോ. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് അധികം ഇടാം. പിന്നെ അതിന് 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ലൊന്ന് തിരുമ്മി വെക്കണം കേട്ടോ. മസാല അതിൽ പിടിക്കുന്നത് വരെ നല്ലൊന്ന് ഞെരടി വെക്കണം. അപ്പോൾ നല്ല മസാല പിടിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇത് കറി വെക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഉള്ളി, ഇഞ്ചി, കറിവേപ്പിൻ്റെ മസാലയും എല്ലാം കൂടെ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഇങ്ങനെ തന്നെ കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് മസാല പിടിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂറോളം ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിലൊഴിച്ച എണ്ണയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവിയിൽ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിക്ക് ഞാൻ മാങ്ങ ഇടുന്നത് ഉപ്പിലിട്ട മാങ്ങയാണ് കേട്ടോ. അപ്പോൾ മാങ്ങാക്കറിക്ക് പച്ചമാങ്ങയാണ് ആവശ്യം. പക്ഷേ ഇപ്പോൾ നമുക്ക് മാങ്ങ സീസൺ അല്ലല്ലോ. അപ്പോൾ എനിക്ക് മാങ്ങാക്കറി വെക്കണം തോന്നിയപ്പോൾ അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ പച്ചമാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പിന്നെ വെട്ടിയിട്ട് മഞ്ഞളും ഉപ്പും സുർക്കയും ഒഴിച്ചിട്ട് പിന്നെ നല്ലൊന്ന് കുഴച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉപ്പിലിട്ടതായതുകൊണ്ട് നമ്മൾ ആദ്യമേ കുറച്ച് സുർക്കയൊക്കെ ഉള്ളതല്ല, അതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കറി ഒന്ന് തിളച്ച് വേവായതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ മാങ്ങ ഇട്ട് കൊടുത്തത്. ഇല്ലെങ്കിൽ ആകെ വെന്ത് ഉടഞ്ഞു പോകും ചോദിച്ചിട്ട് ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പം മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണ് സുർക്കയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കറി ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ കറിയൊക്കെ നല്ലൊന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ആദ്യത്തെ തേങ്ങാപ്പാൽ കട്ടിയുള്ള പാലൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചിട്ടൊന്ന് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തീയൊന്ന് ഓഫാക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ മസാലയിൽ മാത്രം ഞാൻ ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങയിൽ ഉപ്പുള്ളത് കാരണം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കറി ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കറി താളിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ചെറുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2 വറ്റൽമുളകും കറിവേപ്പിൻ്റെലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കറിക്കുള്ള താളിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി മാങ്ങ തേങ്ങാപ്പാൽ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ രാവിലത്തേക്ക് കടിക്കുള്ള കറിയാണ് കേട്ടോ. അത് ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറച്ചിയൊന്നും വാങ്ങിച്ച് വെക്കാറില്ല, രാത്രിയാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ രാവിലെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ആവുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ രാവിലെ ഉണ്ടാക്കിയതാണ് കേട്ടോ.
അപ്പോൾ നമ്മളെ മാങ്ങാക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.